നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിലെ IASകാർക്കിടയിലെ തൻപോരുമയും പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഉൾവിളികളും പാരയും എല്ലാം എപ്പോഴും നമ്മൾ വാർത്തയാക്കാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടോ IASകാരോടുള്ള എതിർപ്പ് കൊണ്ടോ ഒന്നുമല്ല. കാരണം IASകാരെന്ന് പറയുന്നത് ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുമ്പോൾ അവരുടെ ഓരോ നയവും ഒത്തൊരുമില്ലായ്മയും കൂട്ടായ്മയില്ലാതെയൊക്കെ ഈ രാജ്യത്തെ വികസനത്തെ വലിയ തോതിൽ ബാധിക്കും. ഒരു വില്ലേജ് ഓഫീസർ പിണങ്ങിയാൽ ആ വില്ലേജ് അതിർത്തിയിലേ വരികയുള്ളൂ. പക്ഷേ ഒരു IASകാരൻ പിണങ്ങിയാൽ അവരുടെ വകുപ്പ് സംവിധാനങ്ങൾ പിന്നെ അവരുടെ കൂട്ടായ്മ വലിയ മാറ്റമാണ് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾക്കാരോടും IASകാരോടൊന്നും പേടിയും ഭയമോ സ്നേഹമോ അല്ലെങ്കിൽ വെറുപ്പോ ഒന്നും പ്രത്യേക ഒരു വികാരവുമില്ല. എല്ലാവർക്കും സ്വാഗതം. ഈ ഡിജിറ്റൽ ചാനൽ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവിധ സംഭാവനകളും അയച്ചു തരണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും ചെയ്യണം. ഡോക്ടർ B അശോക് കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു. കാർഷിക ഉൽപ്പാദന കമ്മീഷണർ എന്നീ സ്ഥാനങ്ങളിൽ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ഡോക്ടർ B അശോകിനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. KTDFCയിലെ മാറ്റിയതിനെതിരെ KTDFC എന്ന് പറയുന്നത് ഒരു വളരെ താരതമ്യേന നോൺ IASകാരൊക്കെ ഇരിക്കുന്ന ഒരു പോസ്റ്റിലേക്കാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഡോക്ടർ B അശോകിനെ മാറ്റിയത്. അതിനെതിരെ അദ്ദേഹം കേസിന് പോയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഹർജി നൽകും എന്നാണ് അറിയുന്നത്. തദ്ദേശ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചപ്പോൾ കോടതി ഇടപെട്ടു. ആ ഉത്തരവ് സർക്കാരിനെതിരെ ഉത്തരവ് കിട്ടി. വീണ്ടും കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരുകയായിരുന്നു. ഇപ്പോഴത്തെയും സ്ഥലമാറ്റം അതുപോലെ തന്നെ വീണ്ടും. എന്തായാലും അശോകിനെ സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ളതാണ് ചില അകത്തള രാജാക്കന്മാരുടെ ഇടപാടുകൾ. KTDFC CMD സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല. ഇനി അദ്ദേഹം ലീവിലേക്ക് പോകുമോ, കേസ് പറഞ്ഞ് നിൽക്കുമോ എന്നറിയില്ല. എന്തായാലും സെപ്റ്റംബർ 8 വരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അവധിയായതിനാൽ സ്ഥലം മാറ്റം സംബന്ധിച്ച് പരാതി പരിഗണിക്കുന്നത് വൈകാനും സാധ്യതയുണ്ട്. ശനിയാഴ്ച രാത്രിയിൽ ആണ് സ്ഥലം മാറ്റിയത്. പകരം ചുമതല നൽകിയ ടിങ്കു ബിസ്വാൾ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ, കാർഷിക ഉൽപ്പാദനം എന്നീ സ്ഥാനങ്ങൾ ചുമതല ഏൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പകരം വന്ന ടിങ്കു ബിസ്വാൾ ഏൽക്കുകയും ചെയ്തു. അശോക് പോയി ഏറ്റിട്ടുമില്ല. ചിലപ്പോൾ ലീവ് വല്ലതും ആയിരിക്കും. ഗതാഗത വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനവും ടിങ്കു ബിസ്വാളിനാണ്. അപ്പോൾ ഇതേ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് KTDFC. അപ്പോൾ ടിങ്കു ബിസ്വാളിൻ്റെ കീഴിൽ പോയി വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഇദ്ദേഹം IAS അസോസിയേഷൻ്റെ ഈ ഡോക്ടർ B അശോക് IAS അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അശോകൻ്റെ സ്ഥലമാറ്റത്തിൽ ഡോക്ടർ B അശോകൻ്റെ സ്ഥലമാറ്റത്തിൽ അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. കേര പദ്ധതി ഫണ്ട് വകമാറ്റിയ ഇത് സംബന്ധിച്ച മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഇതാണ് വിഷയം, അടിസ്ഥാന വിഷയം. മുഖ്യമന്ത്രി ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം കൃഷി വകുപ്പ് അന്വേഷണം നടത്തി. അപ്പോൾ മുഖ്യമന്ത്രി ഇത് വാർത്ത വരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണം ആവശ്യപ്പെടുന്നു, കൃഷി വകുപ്പ് അന്വേഷണം നടത്തി. ഡോക്ടർ B അശോകന് തന്നെയായിരുന്നു ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ചുമതലയും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃഷി വകുപ്പിൽ നടത്തിയ അനധികൃത ഇടപെടൽ അന്വേഷണത്തിൽ അശോക് കണ്ടെത്തിയിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കൃഷി വകുപ്പിൽ നടത്തുന്ന അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പരാജയവും ഒരു കുഴപ്പവും മുഖ്യമന്ത്രി ഒഴിച്ചുള്ള 19 മന്ത്രിമാരും ഒരു ഡമ്മി മോഡലിലാണ് ഓടുന്നത്. അത് ഏത് വകുപ്പിലായപ്പെട്ടാലും പിന്നെ ഘടകകക്ഷിയായാലും എന്ത് കാര്യം പറയും. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, പത്രസമ്മേളനം നടത്തുന്നവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം, മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഗ്രഹമനുസരിച്ച് എന്നൊക്കെ മുഖ്യമന്ത്രി എന്നൊരു പത്രാവശ്യമെങ്കിലും പത്രസമ്മേളനം നടത്തുന്ന മന്ത്രിമാർ വരെ പറയും. പക്ഷേ ഇതുവരെ ഇതിനു മുമ്പ് VS അച്യുതാനന്ദൻ ഇരുന്ന കാലത്ത് പോലും അദ്ദേഹമാണല്ലോ കാർക്കശ്യക്കാരനായ മുഖ്യമന്ത്രി എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സമയത്ത് പോലും അങ്ങനെ പറയില്ല. പക്ഷേ ഇത് അങ്ങനെ പറഞ്ഞിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം പോലെ പറയും. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കൃഷി വകുപ്പിൽ ഇടപെടലുണ്ടെന്ന് അശോക് അഭിപ്രായപ്പെട്ടു. അതാണ് അറിയുന്നത്. അതുപോലെ തന്നെ ലോകബാങ്ക് കൃഷി വകുപ്പിലേക്ക് അയച്ച ഒരു ഫയലിൻ്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നായിരുന്നു അശോകൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് മുഖ്യമന്ത്രി ഓഫീസിന് ഫയൽ വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം, കൃഷി വകുപ്പിൽ നിന്ന് വാങ്ങാം. അതിന് ഒരുപാട് സംവിധാനമുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ്, ഓഫീസ് തന്നെയാണ് മുകളിൽ. പക്ഷേ അനധികൃതമായി അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ഭരണ സംവിധാനമാണെന്ന് നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ. IT നിയമം അനുസരിച്ച് അന്വേഷിക്കാവുന്ന കുറ്റമാണിതെന്നും കൃഷിമന്ത്രി പ്രസാദിന് അദ്ദേഹം റിപ്പോർട്ട് നൽകി. മാധ്യമങ്ങളിൽ വാർത്ത ചോർന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കി നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അടിയന്തരമായ മാറ്റം. IASകാർ അക്കാഡമിയുടെ ഡെറാഡൂണിലെ ചുമതല കൂടി ഡോക്ടർ B അശോകനുണ്ടായിരുന്നു. IASകാരുമായി ഒരുപാട് പേരുമായി ഞാൻ അടുത്ത് പരിചയപ്പെടുകയും അടുത്ത് ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡെറാഡൂണിൽ നിന്ന് കൊടുക്കുന്ന പരിശീലനം ആരുടെയും മുന്നിൽ തല കുനിക്കരുത്, ഫയലിൽ ഡിസൻറ്റ് നോട്ട് എഴുതുന്നവരാണ്. അതായത്
എന്തിനും കുഴപ്പമെഴുതുന്നവരല്ല, ഡിസൻറ്റ് നോട്ട് എഴുതേണ്ടതിൽ, എതിർത്ത നോട്ട് എഴുതുന്നവർ, അല്ലെങ്കിൽ വിവരങ്ങൾ കൂടുതൽ കാൾ ഫോർ ചെയ്യേണ്ടതിൽ കാൾ ഫോർ ചെയ്യുന്നവരാണ് യഥാർത്ഥ IAS. അല്ലാതെ ഏറാൻ മൂളി മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും സൗകര്യങ്ങൾക്കും അസൗകര്യങ്ങൾക്കനുസരിച്ച് രാത്രിയും പകലും പല രൂപത്തിൽ വഴങ്ങിക്കൊടുക്കുന്നവരെ, പല രൂപത്തിൽ ഇടപെടുന്നവരെ, മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരെ ഒരു കാരണവശാലും IASൽ ഇരിക്കാൻ അർഹതയില്ല എന്നാണ് ഡെറാഡൂണിൽ പഠിപ്പിക്കുന്നതെന്നാണ് എന്നോട് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഡോക്ടർ ബി അശോകുമൊക്കെ ക്ലാസ്സുകളിലും പിന്നെ മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹമുള്ള ഒരുപാട് മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പറയാറുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പരിശീലനവും ഞങ്ങൾ പരിശീലിപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്തൊരു വിഷയത്തിലാണ് ഡോക്ടർ ബി അശോകിനെ ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത്. IAS അസോസിയേഷൻകാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രതിഷേധിക്കുകയും ചെയ്യും, പക്ഷേ അതിനൊരു തണുപ്പ് പോരാ, അല്ല ഒരു ചൂട് പോരാ, അത് തണുപ്പൻ പ്രതികരണമാണ്. അവർ കൃത്യമായി ചൂടായി പ്രതികരിച്ചാൽ ഇതെല്ലാം മാറാവുന്നതേ ഉള്ളൂ, അവർ ശക്തരാണ്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അവരത്ര ശക്തിയൊന്നും പ്രകടിപ്പിക്കാൻ കഴിയുന്നവരില്ല. കാരണം അതിനകത്ത് തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. ഒരാളിനോട് വീഴ്ച, നമ്മൾ ഞണ്ടിൻ്റെ ജാതിക്കാരാണ് മലയാളികൾ. ഇന്ത്യക്കാരും അങ്ങനെയാണ്, മലയാളികളും അങ്ങനെയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നിട്ടുള്ള IASകാരും ഒക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ട്. അതായത് ഒരാൾ തുറന്ന കുട്ടയിൽ ഞണ്ടുമായി പോകുമ്പോൾ മറ്റോ കാണുന്നവർ ചോദിക്കും, അയ്യോ തുറന്ന കുട്ടയിലല്ലേ പോകുന്നത്, ഞണ്ട് ചാടിപ്പോകില്ലേ, ജീവനുള്ള ഞണ്ടുകളുമായിട്ടാണ് പോകുന്നത്, ചാടിപ്പോകില്ലേ, കഥയായിരിക്കാം. അപ്പോൾ പറഞ്ഞ് ചാടാനൊരു പ്രശ്നമില്ല, ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഞണ്ടാണ്. ഏതെങ്കിലും ഒരു ഞണ്ട് ചാടാനായിട്ട് മുകളിലോട്ട് വരുമെങ്കിൽ മറ്റേ ഞണ്ടുകൾ പിടിച്ച് താഴോട്ടിടും. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ ചില താഴോട്ട് വന്ന ഞണ്ടിൻ്റെ പുറത്ത് കയറി ഇരുന്നോളും. അതുകൊണ്ട് ഒരു ഞണ്ടും മുകളിലോട്ട് വരുന്ന പ്രശ്നമില്ല, ചാടുന്ന പ്രശ്നവുമില്ല. ഇത് മലയാളിയെക്കുറിച്ച് പറയുന്ന ഒരു വിഷയമാണ്. ഇത് ഏറ്റവും ആപ്റ്റായി ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ കൂടെയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. സെക്രട്ടേറിയറ്റ് മൊത്തം മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരുപാട് ഫയലുകൾ നോക്കി നല്ല സത്യസന്ധമായി ജോലി ചെയ്യുന്ന IASകാർ മുതൽ പിയൂൺ വരെയുള്ള വളരെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവിടെ. അതുകൊണ്ടാണല്ലോ അത് സംവിധാനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്തായാലും ഡോക്ടർ ബി അശോകനെതിരെ ശക്തമായ നടപടിയാണ് വന്നത്. അദ്ദേഹത്തെ മാറ്റി വളരെ ജൂനിയറായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്, ജൂനിയർമാരിരിക്കുന്ന സ്ഥലത്തേക്കാണ്, നോൺ IASകാരും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. അത് പ്രതിഷേധാർഹമാണ്. ഇനി സെപ്റ്റംബർ 8 ട്രിബ്യൂണൽ തുറക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം.